അപ്പോൾ മച്ചന്മാരെ 3 ദിവസം നമ്മൾ ആ ഈ റൂമിൽ കയറിയിട്ടോ. അപ്പോൾ ഇന്നാണ് ഒന്ന് റൂമിൽ കയറാൻ പറ്റിയത്. 2 ദിവസം നമ്മൾ തൃശ്ശൂരായിരുന്നു. ഒരു ദിവസം ഇന്നലെ ഞാൻ കാക്കനാട് എത്തി. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇന്നലെ സ്റ്റേ. അപ്പോൾ ഇന്നാണ് നമ്മൾ റൂമിലെത്തിയത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരൂര് കുമ്പളം ഭാഗത്ത് നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് എന്ന്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോണത്. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. അപ്പോൾ അവിടെ ജയാമ എന്ന് പറയും, ജയാമ്മയുടെ ഫുഡാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ ഉള്ളൂ, നല്ല ഫുഡും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആരും കമൻ്റ് ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് എന്താണ് നല്ല ഫുഡൊന്നും കിട്ടാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുഡും കിട്ടില്ല, പക്ഷെ നല്ല റേറ്റും ആവും. അപ്പോൾ നിങ്ങളെന്തായാലും അരൂര് ഭാഗത്തേക്കൊക്കെ ട്രിപ്പ് വരികയാണെങ്കിൽ, അതായത് അരൂര് ഭാഗത്തേക്ക് വരുമ്പോൾ കുമ്പളത്തിൻ്റെ പാലത്തിൻ്റെ അടി തന്നെയാണ് സ്പോട്ട്. അപ്പോൾ കഴിച്ചിട്ടുള്ളവരൊന്ന് അഭിപ്രായം പറയാം, കഴിക്കാത്തവരൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം, അത്രേ പറയാനുള്ളൂ. പിന്നെ വലിയ സെറ്റപ്പുള്ള കട ഒന്നുമില്ല, ചെറിയ കടയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞങ്ങളവിടെ നിന്നാണ് കഴിക്കലുള്ളത്. സ്ഥിരമായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ഫുഡാണ്. പിന്നെ എന്താ ചെറിയ റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു പുറത്തുനിന്നൊരു ബീഫ് കറി അല്ലെങ്കിൽ മറ്റ് ചെമ്മീൻ കറി ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു 100 രൂപേൻ്റെ മുകളിൽ എന്തായാലും. ഇവിടെ 60 രൂപയ്ക്ക് നമുക്കൊരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് തരും. അപ്പോൾ നമ്മളിതാ മച്ചന്മാരെ അരൂരിൽ നിന്ന് വൈറ്റിൽ പോണ റൂട്ടിൽ, ആ റൂട്ടിൽ അരൂരിൽ നിന്ന് കുമ്പളത്തേക്ക് പോകുമ്പോൾ കുമ്പളം പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡേക്ക് റോഡ് കട്ട് ചെയ്ത് പാലത്തിൻ്റെ അടിയിൽ കൂടി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കട. അപ്പോൾ ഏതായാലും നമുക്കേതായാലും പോയി നോക്കാം. ഇന്നെന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ, വിഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിലൂടെ വരുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കണം കേട്ടോ. നമ്മൾ ട്രൈ ആക്കിയിട്ട് അഭിപ്രായം പറയാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ സംരംഭങ്ങളാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. ചെറിയ റേറ്റിന് നമുക്ക് ഭക്ഷണം തരിക എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയിട്ട് പെടുമ്പോഴാണ് ചില സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല റേറ്റ് ആവും, കഴിക്കാനാണെങ്കിലോ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്തായാലും സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഊബർ ഡ്രൈവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരിക, അത്രേ ഉള്ളൂ. നമ്മൾ പരമാവധി സപ്പോർട്ടാക്കുക കേട്ടോ. ഈ പാലതാ, ഈ പാലത്തിൻ്റെ അടി ഈ കാണുന്ന ഷെഡാണ് കേട്ടോ. അതുണ്ടോ ടാർപ്പായൊക്കെ കിട്ടിയതാണ്. ഈ കാണണ്ടോ, ഇതാണ് കട. ചെറിയൊരു കടയാണ്. ഈ പാലം ഇറങ്ങിയിട്ട് കുമ്പളം പാലം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പ് കാണാൻ പറ്റും. അപ്പോൾ ആ കാണുന്നതാട്ടോ ഷോപ്പ് ഗൈസ്. അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നു. എന്താ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ഇവരൊക്കെ സ്ഥിരം വരുന്നവരാണ്. പറ്റുകയാണെങ്കിൽ അഭിപ്രായം ചോദിക്കാം. എന്താട്ടോ കട, ചെറിയ കടയാണ്. ആ കുമ്പളം പാലം അരൂരിൽ നിന്നാണ് വരണമെങ്കിൽ നേരെ വന്ന ആ ഓട്ടോ സ്റ്റാൻഡ് നേരെ പഠിച്ചിട്ട് പോക്കറ്റ് റോട്ടിൽ കൂടി കയറി പോരും. എന്തൊക്കെയാ സ്പെഷ്യൽ? എന്താ ഉള്ളത്? കൊഴുവ ഫ്രൈ ഉണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കണമ്പോർത്തതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കരിമീൻ പൊള്ളിച്ചതുണ്ട്, ഞണ്ട് റോസ്റ്റ് ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് ഉലത്തിയതുണ്ട്. ഊണും മീൻകറി ഇല്ലേ? ഊണും മീൻകറി എത്ര രൂപ? ഊണും മീൻകറി, ചെമ്മീൻതൊരു മെഴുക്ക് പുരട്ടി, ഒരു തോരൻ, അച്ചാറ്, പപ്പടം, സാമ്പാർ, പച്ചമോര് 60 രൂപ. പിന്നെ നമ്മൾ സ്പെഷ്യൽ കൊടുക്കുന്നത് ഈ കണമ്പ് വലുത് 2 ആക്കിയത് 1 പീസ് 60 രൂപ, ചെമ്മീൻ വലിയ നാരൻ ചെമ്മീൻ 50 രൂപ, ഞണ്ട് റോസ്റ്റ് 60 രൂപ, ബീഫ് ഉലത്തിയത് 60 രൂപ, കരിമീൻ പൊള്ളിച്ചത് 100 രൂപ, കരിമീൻ ഒരെണ്ണം വലുത് വറുത്തത് പിന്നെ 100 രൂപ. പിന്നെ നമ്മൾ മീനിൻ്റെ റേറ്റ് അനുസരിച്ച് ഇടുകയുള്ളൂ. പിന്നെ നമുക്ക് വില കുറച്ച് കിട്ടിയാൽ വില കുറച്ചിടും, വില കൂടിയാണെങ്കിൽ കൂട്ടി, അങ്ങനെ ഫിക്സ്ഡ് വിലയില്ല.
പിന്നെ സാധാ മോഡലിൽ അങ്ങനെ പോണ്. നമ്മളെ ലൊക്കേഷൻ എവിടെയായിരുന്നു? കുമ്പളല്ലേ? കുമ്പളം പാലത്തിന്റെ അടിയിൽ. രാവിലെ ഉണ്ടോ? രാവിലെ ഉണ്ട്. രാവിലെ പാലപ്പം ഉണ്ടാവും, പിന്നെ പുട്ടുണ്ടാവും, മുട്ട റോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കണവർ പറയണേ, ഞാൻ പറയണല്ല. പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും, പിന്നെ ചിക്കൻ കറി ഉണ്ടാവും. ഇന്ന് കരിമീൻ പൊള്ളിച്ചതായിരുന്നു. രാവിലെ ഞങ്ങൾ 5:30 തുറക്കും. 5:30 തുടങ്ങിയാൽ 3:30 വരെ ഉണ്ടാവും ഇവിടെ. ഫുഡ് കഴിയണ വരെ ഉണ്ടാവും. രാത്രിയില്ല. രാത്രി പലരും ചോദിക്കുന്നുണ്ട് എന്താണ് കൊഴുവാതെ ഇപ്പം തരാം. തിരക്ക് കൂടുകയാണെങ്കിൽ രാത്രി പോകും. തിരക്ക് കൂടിയാണ് രാത്രിയാക്കാം. എന്നും പറഞ്ഞൊരു പെണ്ണും കൂടി ഉണ്ട്. അതും ഞാനും ചേട്ടനും കൂടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചെയ്യാനല്ല ഉണ്ടാവും. ഇപ്പൊ ഇതിങ്ങനെ കിട്ടുമ്പോ തിരക്ക് കൂടി ആളെ വെക്കേണ്ടി വരും. തിരക്ക് കൂടി ആളെ വെക്കും. തീർച്ചയായിട്ടും ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയാന്നാ പറഞ്ഞേക്കുന്നത്. ഞാനെന്താ വരാൻ കാരണം വെച്ചാൽ നമ്മള് വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴേ ചെറിയ പൈസക്ക് നല്ല ഫുഡ് കിട്ടേണ്ട സ്പോട്ടുകൾ നോക്കി നടക്കുക. തിരക്ക് കൂടിയാലേ നല്ല ഭക്ഷണം കൊടുക്കുക. നല്ല തിരക്ക് കൂടിയാലും നല്ലതേ കൊടുക്കുള്ളൂ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. എന്നാ ആള് വരും. അതെന്തൊക്കെ വന്നാലും നമുക്ക് നഷ്ടം വന്നാലും ചെയ്യും. ക്വാളിറ്റിയിൽ ഒരു മായവും ചേർക്കില്ല. പിന്നെ നാടൻ രീതിയിലാണ് എല്ലാം ചെയ്യണം. മസാലകളൊക്കെ നമ്മൾ പൊടിച്ചെടുക്കും. വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില വറുത്ത് അങ്ങനെയൊക്കെ മീൻ അരക്കാറുള്ളത്. ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ വരലുണ്ടോ? സ്ഥിരമായിട്ട് എപ്പോഴും സ്ഥിരമുണ്ട്. അരൂരിൽ നിന്ന് സ്ഥിരമായിട്ടൊരു 3-4-5 പേരുണ്ട്. രാവിലെ കൊണ്ട് ഉച്ചക്കും ഉണ്ട്. പിന്നെ വൈകുന്നേരം അവർ കുറച്ച് പേരുണ്ടെങ്കിൽ ഫുഡ് പറയുമ്പോൾ ചപ്പാത്തി എന്തെങ്കിലും ഫ്രൈ ലേത ഒരു ചോറ് പൊടിഞ്ഞോ അല്ലേ? കരിമീൻ ഫ്രൈ ഞാനെടുക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ഡെയിലി ഇവിടെ നല്ല അടിക്കണം. എങ്ങനെയുണ്ട് കേട്ടോ? ഭക്ഷണം എങ്ങനെയുണ്ട്? സ്ഥിരമായിട്ട് കഴിക്കണാണോ? നല്ല ഫുഡാണോ? നല്ല ഫുഡ്. കൊടുക്കുന്ന പൈസക്ക് നല്ല ടേസ്റ്റ്. भाई है भाई कैसे है फूड अच्छा है. हाँ डेली आएगा सर? എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? അല്ല സ്ഥിരമായിട്ട് കഴിക്കണ്ടോ? ഇല്ല, നമസ്കാരം. ആദ്യമായിട്ടാണ്. ഉഷാറല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? നല്ല നല്ല ഭക്ഷണമാണോ? ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ്ടോ അവിടുന്ന്? ഫസ്റ്റ് ടൈമാണോ? ഇനി സ്ഥിരം വരുമോ? സൂപ്പർ. എങ്ങനെയുണ്ട് സാർ? നല്ല ഫ്രഷ് മീൻ, നല്ല ആംബിയൻസ്. മറ്റേ നമ്മൾ പോകും സാർ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ടോ? പിന്നെ എല്ലാ ദിവസവും വരെ ഇവിടുന്നായിരിക്കും. വീട് ഇവിടെ. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാമല്ലോ, അതല്ലേ ഇവിടുന്ന് മേടിക്കുന്നത്. ചെമ്മീൻ 60, കരിമീൻ പൊള്ളിച്ചത് 80, പിന്നെ എന്താണ് അത്രേ ഉള്ളു. അപ്പോൾ 270. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഫുഡ് കൊള്ളാം, അടിപൊളി ഫുഡ്. ഇന്ന് ഇവിടുന്നാണ് കഴിക്കല്? ഇതുവഴി പോകുമ്പോഴൊക്കെ ഇതുവഴി കഴിക്കും. അങ്ങനെ ഫുഡ് കുഴപ്പമൊന്നുമില്ലല്ലോ? നല്ല ഫുഡല്ലേ? നല്ല അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് മാഡൂസ്? ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഇവിടെ നിന്ന് സ്ഥിരം കഴിക്കലുണ്ടോ? ഇതുവഴി പോകുമ്പോൾ കഴിക്കും. ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? എങ്ങനെയുണ്ട്? ഉഷാറാണോ? നല്ല റീസണബിൾ റേറ്റിൽ ഏറ്റവും നല്ല ഫുഡാണ്. നമ്മളും ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളാണ്. പക്ഷേ നമ്മളിവിടെ തൊട്ടടുത്താണെങ്കിലും ഇങ്ങനത്തെ ഒരു കടയുള്ള കേസ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോ കൂടിയാണ് കണ്ടത്. അന്ന് ഞങ്ങൾ 4 പേര് വന്നിരുന്ന് അന്ന് കഴിച്ചിട്ട് പോയി. പിന്നീട് 2 ദിവസം വന്നിട്ട് സാധനം കിട്ടിയില്ല. പിന്നെ ഞാൻ നേരത്തെ ചേച്ചിനെ വിളിച്ചു പറഞ്ഞു ഞങ്ങളിതിൽ വരുന്നുണ്ട്, സാധനം എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. കരിമീൻ പൊള്ളിച്ചതും കക്കയും. പക്ഷെ ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം കിട്ടിയില്ല. ചാള വറുത്തത്. ചാള വറുത്ത് ഇന്നില്ലായിരുന്നു. ചേച്ചി ഇങ്ങനെ ഒരുപാട് ചാള ഇങ്ങനെ വറുത്ത് തന്നുകൊണ്ടേയിരിക്കും ലൈവായിട്ട്. സൂപ്പറാണത്. പ്രൈസിന് കിട്ടൂല, ഏറ്റവും റീസണബിൾ പ്രൈസ്. ഇത്രയും ചെറിയൊരു പ്രൈസിൽ ഞാനിവിടെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കേരളത്തിൽ എല്ലായിടത്തും വന്ന് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഇത്രയും ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ ഇത്രയും നല്ല ഫുഡ് എവിടെയും കഴിച്ചിട്ടില്ല. ചെമ്മീൻ റോസ്റ്റ് ചെയ്തത്, ബീഫ് ഉലത്തിയത്, കണമ്പ് ഫ്രൈ, ഞണ്ട് മെഴുക്ക് മുളകിട്ടത്, കരിമീൻ ഫ്രൈ, കേരക്കറിയും ചോറും. 60 രൂപ.
ബാക്കിയെല്ലാം ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെ? ഇത് കരിമീൻ 80 രൂപ, ഞണ്ട് 60 രൂപ, കണമ്പ് 70 രൂപ, ചെമ്മീൻ റോസ്റ്റ് 60, ബീഫ് 60. ഇത് അങ്ങനെയല്ല, നമ്മുടെ നാടൻ പുഴയില നാടൻ കരിമീൻ, നാടൻ കണമ്പ് അങ്ങനെയൊക്കെ മേടിക്കണം. റേറ്റ് കൂടുതലാണ്, 500, 600, 650 എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ മീഡിയം വിലക്ക കൊടുക്കണം, സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഫുഡ്. കേരക്കറി വരെ ഇതാട്ടോ നമ്മളെ ചോറ്. ഈ ചോറും കറിയും കൂടി 60 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചില നേരത്ത് നമുക്ക് വലിയ ഭക്ഷണങ്ങളൊക്കെ കിട്ടും. പിന്നെ അത് സ്പെഷ്യലൊക്കെ ചെറിയ റേറ്റ് ഉള്ളൂ. ഇത് 60 രൂപ, ബീഫ് 60 രൂപ, ഇത് 60 രൂപ, ഇത് 80 രൂപ. ഇത് ഞണ്ടാണ്, ഞണ്ട് 60 തോന്നുന്നു. അപ്പോൾ ചെറിയ പൈസയ്ക്ക് നല്ല ഫുഡ് കഴിക്കട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് കഴിക്കട്ടെ. ചെമ്മീൻ മസ്റ്റ് കേട്ടോ, മസ്റ്റ് ട്രൈ. ചെമ്മീൻ എന്തായാലും ട്രൈ ആക്കാം. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംരംഭങ്ങൾ വിജയിപ്പിക്കേണ്ടത് നമ്മളൊക്കെ ആവശ്യമാണ്. നല്ല ഭക്ഷണമാണ്, നല്ല ഫുഡാണ്. അപ്പോൾ നല്ല മത്സ്യങ്ങൾ, ചെമ്മീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 60 രൂപയ്ക്ക് ഇങ്ങനത്തെ ചെമ്മീനൊന്നും കിട്ടും തോന്നുന്നില്ല. 60 രൂപ ഉള്ളൂ ചെമ്മീൻ. എല്ലാ മത്സ്യത്തിനും 60 രൂപ, 80 രൂപ ഒക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഈ ചെറിയ റേറ്റിൽ ഭക്ഷണം കിട്ടുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യട്ടോ.